എറണാകുളം കോതമംഗലത്ത് ഫുട്ബോൾ ഗാലറി തകർന്നു വീണ സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസ്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി പോത്താനിക്കാട് പോലീസാണ് കേസെടുത്തത്. ഇന്നലെ രാത്രിയുണ്ടായ അപകടത്തിൽ 52 പേർക്കാണ് പരിക്കേറ്റത്. 4000-ഓളം പേരാണ് കാണികളായി ഉണ്ടായിരുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ് ഗോപാൽ, ഈ വിഷയത്തിൽ സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. അവിടെ സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരമാണ് ഇന്നലെ നടക്കാനിരുന്നത്. ഈ മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഗാലറിയുടെ ഒരു ഭാഗം ഒരു വശത്തേക്ക് ചാഞ്ഞു വീഴുന്നത്. 4000-ലധികം പേരാണ് കളി കാണാൻ അവിടെ എത്തിയിരുന്നത്. ഇത് താൽക്കാലികമായി തയ്യാറാക്കിയ മുളയും കവുങ്ങും മറ്റും ഉപയോഗിച്ചുകൊണ്ട് താൽക്കാലികമായി തയ്യാറാക്കിയ ഗാലറിയായിരുന്നു. അതിൻ്റെ സുരക്ഷാ പ്രശ്നം അത് ഇതിന് അപകടം നടക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ശക്തമായ മഴ പെയ്തിരുന്നു. ഈ മഴ പെയ്തതോടെ ഇതിൻ്റെ തൂണുകൾ താഴേക്ക് പൊതഞ്ഞു പോയതുകൊണ്ടാണ് ഇത്തരമൊരു അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. എന്തുതന്നെയായാലും ഇത് സംഘാടനത്തിലെ വലിയ പിഴവായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്രയേറെ കാണികളെ ഉൾക്കൊള്ളാനുള്ള അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കുന്നതിനുള്ള ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെയായിരുന്നു ഇത്തരത്തിൽ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചതെന്നാണ് പരാതി ഉയരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഭാരവാഹികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 6 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇത് ഹീറോ യൂത്ത് ക്ലബ്ബ് ആൻഡ് റീഡിംഗ് റൂം എന്ന ക്ലബിൻ്റെ അതിൻ്റെ ഭാരവാഹികളായ ഷമീർ KP, ഷമീർ MP, അതോടൊപ്പം തന്നെ അമീർ, അഷ്റഫ്, മുഹമ്മദ് ഷാ, വിഷ്ണു എന്നീ 6 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇത് ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിരുന്നില്ല എന്നത് തന്നെയാണ്. എന്തു തന്നെയായാലും 52 പേർക്ക് പരിക്കേറ്റെങ്കിലും ആരുടെയും നില ഗുരുതരമല്ല എന്നതാണ് ആശ്വാസകരം. എന്നാൽ കാലിനും കൈക്കും മറ്റും സാരമായ പരിക്കേറ്റവരാണ് പലരും. മറ്റ് ജീവഹാനിക്ക് ഉതകുന്ന അത്തരത്തിലുള്ള പരിക്കുകളില്ല എന്നത് മാത്രമാണ് ആശ്വാസകരമായുള്ളത്. വലിയ ഒരു അപകടമായി മാറാവുന്നതുമായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് ഈ രീതിയിൽ അത് ഒഴിഞ്ഞു പോയി എന്നത് തന്നെ ആശ്വസിക്കാം. ഇത്തരത്തിൽ ഒരു സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി കർശനമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസും പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ തുടർ നടപടി എന്ന നിലയ്ക്ക് ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുമെന്നുമാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇപ്പോഴും ഈ പരിക്കേറ്റവരൊക്കെ തന്നെ സമീപ പ്രദേശത്തെ സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സയിലുള്ളത്. ചിലർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചിട്ടുമുണ്ട്. ദേവിക, ശരി. എറണാകുളം കോതമംഗലത്ത് ഫുട്ബോൾ ഗാലറി തകർന്നു വീണ സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോത്തനക്കാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.